മകന്റെ സ്വഭാവത്തിൽ മാറ്റം, വീട്ടിലാകെ വിചിത്രമായ സംഭവങ്ങൾ. ഭയന്നതോടെ ലബുബു പാവ കത്തിച്ചെന്ന് ഭാരതി സിംഗ്. കൊമേഡിയനും ടി.വി. അവതാരകയുമായ ഭാരതി സിംഗ് തന്റെ മകന്റെ ലബുബു പാവ കത്തിച്ചതിനെക്കുറിച്ച് വിവരിക്കുന്ന യൂട്യൂബ് വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ലോകപ്രശസ്തമാണ് ലബുബു പാവകൾ. ആഴ്ചകൾക്ക് മുമ്പാണ് ബോളിവുഡ് താരം ഉർവശി റൌട്ടേല വിംബിൾഡൺ മത്സരത്തിനെത്തിയപ്പോൾ ലബുബു പാവകൾ ബാഗിൽ തൂക്കിയിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത്. ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ പാവയാണ് ലബുബു. ലബുബു ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചതോടെയാണ് തന്റെ ഭർത്താവ് മകന് പാവ സമ്മാനിച്ചതെന്ന് വ്ലോഗിൽ ഭാരതി സിംഗ് പറയുന്നുണ്ട്. മകൻ ഗൊല്ലയ്ക്ക് പ്രിയപ്പെട്ട കളിപ്പാട്ടമായി അത് മാറി. പക്ഷേ അവസാനം തനിക്ക് ആ പാവ കത്തിക്കേണ്ടി വന്നുവെന്നാണ് താരം ഇപ്പോൾ പറയുന്നത്. ഈ പാവകൾ നെഗറ്റീവ് ഊർജം വഹിക്കുന്നവയാണെന്നും ഇതിന് പിശാചുകളുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില പ്രചരണങ്ങൾ കണ്ടതോടെയാണ് അത് കത്തിച്ചു കളയേണ്ടി വന്നതെന്നാണ് ഭാരതി പറയുന്നത്. ഇതിന് അടിസ്ഥാനമായത് മകന്റെ സ്വഭാവത്തിലുള്ള മാറ്റവും വീട്ടിൽ സംഭവിക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങളാണെന്നും ഭാരതി പറയുന്നുണ്ട്. ലബുബു വീട്ടിൽ വന്നത് തന്നെ ശുഭമല്ലാതെ തോന്നി. വീട്ടിലാകെ ഒരു അനാവശ്യമായ ഊർജം തങ്ങി നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. മാത്രമല്ല മകൻ അലറാനും സാധനങ്ങൾ വലിച്ചെറിയാനും അനുസരണയില്ലാതെ പെരുമാറാനൊക്കെ തുടങ്ങി. ആദ്യം ഇതെല്ലാം ചിരിച്ചു തള്ളിയെങ്കിലും വീണ്ടും ഇത്തരം രീതികൾ ആവർത്തിച്ചതോടെ വീട്ടിലുള്ളവരും സംശയിച്ചത് പാവകളെയാണെന്നും ഭാരതി പറയുന്നു. ഇത് ചെകുത്താന്റെ രൂപമാണെന്ന് പോലും വീട്ടിലുള്ളവർ പറയാൻ തുടങ്ങി. ഇതോടെ ഭാരതി പാവ കത്തിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എത്ര തവണ ശ്രമിച്ചിട്ടും ആദ്യം പാവയിൽ തീ പിടിച്ചില്ല. ഇതോടെ അതിനുള്ളിലെ പൈശാചിക ശക്തി തീ പിടിക്കുന്നത് പ്രതിരോധിക്കുകയാണെന്ന് ഭർത്താവ് പരിഹസിച്ചു എന്നും ഭാരതി പറയുന്നു. പാവ കത്തിച്ച ശേഷമാണ് തനിക്ക് ആശ്വാസമായത്. നന്മ മാത്രമേ എന്നും വിജയിക്കുകയുള്ളൂ. അതേസമയം പാവ കത്തിച്ചതിൽ മകന് ഭയങ്കരമായ വിഷമമായിരുന്നുവെന്നും കത്തിക്കുന്നത് തടയാൻ അവൻ ശ്രമിച്ചുവെന്നും താരം പറയുന്നു. ചിലപ്പോൾ ഞാൻ എടുത്തു ചാടി പ്രവർത്തിച്ചതാകാം, പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ലായിരുന്നു. ആ പാവയെ കാണുമ്പോൾ തന്നെ പേടി തോന്നുമെന്ന് പലരും പറയാറുണ്ട്. ബാഗിലൊക്കെ തൂക്കിയിട്ട് വഴിയിലൂടെ പോകുമ്പോൾ അപരിചിതർ പോലും ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട് എന്നും ഭാരതി ബ്ലോഗിൽ പറയുന്നുണ്ട്.